പരീക്ഷ ദിവസം ഒരു ആൺകുട്ടി ക്ലാസ്സിലേക്ക് കയറിയപ്പോൾ ബാക്കി കുട്ടികളുടെ മുഖം തെളിഞ്ഞു. കാരണം അവൻ വന്നത് പരീക്ഷ എഴുതാൻ മാത്രമല്ല, കോപ്പി അടിച്ച് സ്കൂളിന് സമ്പൂർണ്ണ വിജയം ഉണ്ടാക്കി കൊടുക്കാനാണ്. അവൻ അകത്തേക്ക് കയറി ആദ്യം തന്നെ അവന്റെ സ്കെയില് മുമ്പിലെ ബെഞ്ചിൽ വെച്ചു. ചോദ്യപേപ്പർ വാങ്ങി തിരികെ വരുമ്പോൾ ജോമെട്രി ബോക്സ് അടുത്തൊരു ബെഞ്ചിൽ വെച്ചു. മറ്റൊരു കുട്ടിയുടെ സീറ്റിൽ ഇറൈസറും വെച്ചു. എന്നിട്ട് അവന്റെ സീറ്റിൽ പോയിരുന്നു. അവൻ ക്ലാസ്സിലെ പിള്ളേരെ പാസ്സാക്കാൻ വേണ്ടി തുണ്ട് എഴുതി കൊണ്ടുവന്ന് ഹെൽപ്പ് ചെയ്തതാണ്. ടീച്ചർ സ്റ്റാർട്ട് എന്ന് പറഞ്ഞതോടെ പരീക്ഷ തുടങ്ങി. ഒരു പെൺകുട്ടി അവളുടെ കയ്യിലെ മൈലാഞ്ചിയിൽ തന്നെ ഉത്തരമൊക്കെ എഴുതി കൊണ്ടുവന്ന് കോപ്പി അടിച്ചു അത് എഴുതി. ഒരു മോന് അവന്റെ ബോക്സിൽ ഒട്ടിച്ചു വെച്ച യേശു ക്രിസ്തുവിന്റെ അടിയിൽ തുണ്ടുകൊണ്ടൊരു ബുക്ക് തന്നെ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. വേറൊരുത്തൻ സ്കെയിലാണ് എഴുതി വെച്ചേക്കുന്നത്, വേറൊരുത്തി എറൈസറിൽ തുണ്ട് വെച്ചേക്കുന്നു. എല്ലാം സ്മൂത്ത് ആയി പോവുമായിരുന്നു. പക്ഷെ പെട്ടെന്ന് ടീച്ചർക്ക് സംശയം തോന്നി. നോക്കിയതും അത് മറയ്ക്കാൻ ഒരുത്തൻ ടീച്ചർ ഒരു എക്സ്ട്രാ ഷീറ്റ് എന്ന് ചോദിച്ചു. ടീച്ചർ കൊടുക്കാൻ വേണ്ടി പോയപ്പോൾ ഒരു വെള്ളം കുപ്പി താഴെ വീണു. അതിന്റെ അടപ്പ് തുറന്നു കിടക്കായിരുന്നു. എന്നിട്ടും വെള്ളം പോണില്ല. അത് കണ്ട സമയം അവന് മനസ്സിലായി പെട്ടു മോനെ എന്ന്. കാരണം ആ ആൺകുട്ടി ഉത്തരങ്ങൾ ഒളിപ്പിച്ചത് ബുക്കിലും അല്ല, ബെഞ്ചിലും അല്ല, കുപ്പിയിലും അല്ല, കുപ്പിയുടെ അടപ്പിന്റെ ഉള്ളിലായിരുന്നു. നിങ്ങൾ എങ്ങനെയെല്ലാമാണ് കോപ്പി അടിച്ചിരുന്നത് എന്ന് കമന്റ് ചെയ്യൂ. ആരാണ് കില്ലാടി എന്ന് നോക്കാലോ.